ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇഫ്താർ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് എമ്മച്ചിൻ്റെ മീൻ കറിയും പിന്നെ നൈസ് പത്തിരിയും പിന്നെ ഫ്രൂട്ടായിട്ട് ഇന്ന് ബത്തക്ക ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ചിക്കു ജ്യൂസ്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് തേങ്ങ അരച്ചതും, പിന്നെ സ്നാക്സ് കൂടുതലായിട്ടുണ്ടായിരുന്നു, കട്ട്ലേറ്റ് ആയിട്ടും ചിക്കൻ റോളായിട്ടും പോക്കറ്റ് ഷവർമായിട്ടും, പിന്നെ ഇതൊരുമാതിരി സമൂസൊക്കെ പോലത്തെ ഒരു സാധനം കേട്ടോ. പിന്നെ ഈ ഒരു ചിക്കു ജ്യൂസൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ, എൻ്റെ കൈവാണ്. പിന്നെ മീനിൻ്റെ ചട്ടി ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ലാസ്റ്റ് പാത്രം കഴുകുമ്പേ എല്ലാവർക്കും ഇടങ്ങാറായിരിക്കും. ലാസ്റ്റ് ഒക്കെ പാത്രം കഴുകി ഒക്കെ എല്ലാവരും തിന്നതിൻ്റെ ശേഷം പെണ്ണുങ്ങളാണല്ലോ ലാസ്റ്റ് അടുക്കളയിൽ പാത്രം കഴുകാനുണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങളെ പെരയിൽ അങ്ങനെ ആരും അങ്ങനെ ഇടങ്ങാറാക്കാത്തതുകൊണ്ട് വേറെ പാത്രത്തേക്ക് എടുത്ത് മാറ്റണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ചട്ടി മുമ്പിൽ കൊണ്ടുവന്നിട്ടതാണ് കേട്ടാ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ കണ്ടിട്ട് ചെറിയ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിരിച്ചോളി കിട്ടാം. അതൊക്കെ ആ ഒരു എന്താ പറയുക സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങോട്ട് എടുക്കുക. പിന്നെ ആസ് യൂഷ്വൽ ആദ്യം തന്നെ വന്നിരുന്നത് എൻ്റെ ചെറിയ അനിയത്തിയാണ്. ഓൾ മുമ്പിലേ വന്നിരുന്നങ്ങനെ ഒക്കെ ഏതുമെന്ന് തുടങ്ങണം ഏതുമെന്ന് അവസാനിക്കണം എന്ന് വരെ ഓൾ കണക്ക് കൂട്ടിയൊക്കെ വെച്ചേക്കണു. അപ്പോൾ ഓൾ ഭയങ്കരമായിട്ടൊക്കെ കണക്കിലാണ് കേട്ടോ. ഒക്കെ ഓൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഓൾ നോമ്പെടുത്തേക്കണോ ചോദിച്ചാൽ അതിന് നമുക്കൊരു ഉത്തരമില്ല. സാധാരണ എല്ലാവരും തടി ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോമ്പൊക്കെ എടുത്ത് ഉഷാറായി പോകണ്ടിട്ടാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ തിന്നാലാണെങ്കിൽ ഇനിയിപ്പോൾ തടിയൊന്നും കുറയുന്നു എനിക്കൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, നിങ്ങളുടെയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ പത്തിരി തിന്നലൊരു കഥയൊക്കെ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ തിന്ന് ഇപ്പോൾ 2 ഗ്ലാസ് ജ്യൂസ് കുടിച്ചുമ്പോൾ തന്നെ പള്ളൊക്കെ ഫുള്ളാവട്ടാണ്. കുറേ തിന്നണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. വയറെന്തായാലും ഫുള്ളായിക്കണേ. പിന്നെ സൈഡിൽ എൻ്റെ ഇപ്പച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. എൻ്റെ ചെറിയ അനിയത്തി എല്ലാ വീഡിയോയിലും ഇങ്ങനെയുണ്ട്. ഓള് കളി കണ്ടാൽ തോന്നും ജീവിതത്തിൽ ഇതുവരേക്കും ക്യാമറ കാണാത്ത ആളാണ് എന്ന്. ഈ ഒരു ക്യാമറൻ്റെ മുമ്പിൽ ഓൾ എന്തൊക്കെ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഓള് സ്വന്തം വീട്ടിൽ എത്രയാണോ കംഫർട്ടബിൾ അതിനേക്കാളും കംഫർട്ടബിൾ കൂടുതലാണ് കേട്ടോ ഓള് ക്യാമറ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ മാത്രമേ അണ്ടിപോയ അണ്ണാൻ്റെ പോലെ ഇരിക്കണ്ടില്ലേ, എന്താണാവോ. പിന്നെ ഞങ്ങൾ അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടപ്പുട്ട് കൊണ്ടുവന്ന് കേട്ടാ. ഈ ഞങ്ങൾ അയൽവാസി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാളെ എപ്പോഴും കളിക്കാൻ പോകുന്നുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഉണ്ടപ്പുട്ട് എന്താണ് സംഭവം എന്ന് ചില ആൾക്ക് കൺഫ്യൂസ് ഉണ്ടാവും എന്ന് തോന്നുന്നത്. അധികം ഉണ്ടാവില്ലെങ്കിലും മറ്റേ അരിമാവ് ഉണ്ടാക്കിയിട്ട്, അരിമാവ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ പത്തിരിക്കുള്ള മാവൊക്കെ ഇല്ല, അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഇപ്പോൾ ഡംപ്ലിങ്സ് ഒക്കെ പോലെ നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇത് ചെമ്മീൻ്റെ ഉണ്ടപ്പുട്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. കാരണം എൻ്റെ അണ്ണാക്കിൽ മൊത്തം പുണ്ണാണ്. അപ്പോൾ എരിവ് തട്ടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. പക്ഷെ എന്നാലും ഞാൻ എരിവൊക്കെ മാറ്റുന്നുണ്ടോ അതും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ എൻ്റേത്. പിന്നെ എൻ്റെ അനിയത്തിക്ക്, അതായത് എൻ്റെ രണ്ടാമത്തെ അനിയത്തിക്ക് ചെമ്മീൻ അലർജിയാണ്. അപ്പോൾ ഓളത് തിന്നിട്ടില്ല. പിന്നെ മറ്റേ ചെറുതാണ് തിന്നത്. ഓൾ പിന്നെ ഒക്കെ സമയമെടുത്ത് മെല്ലെ മെല്ലെ തിന്നു. അപ്പോൾ ഓളെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
ദാഹം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ദാഹമാണ്. കാരണം ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ നോമ്പൊക്കെ ആയിട്ട് 2:30 ആണല്ലോ സ്കൂൾ വിടുന്നത്. ഇപ്പോൾ 2:30 എന്ന് പറയുമ്പോൾ ഈ വെയിലൊക്കെ വന്ന ആ ഒരു സമയം നല്ല ഈ നിലമൊക്കെ ഭയങ്കര ചൂടായി നിൽക്കുന്ന സമയമാണ് കേട്ടോ. സയൻസാണ് അതൊക്കെ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ വെന്തുരുകിയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, അത്ര രാവിലെ വരെ ഇല്ലാത്ത ക്ഷീണം ആ ഒരു നടത്തത്തിലായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഉണ്ടാവുക. ഈ പെണ്ണ് എല്ലാ കടിയാളിയും ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അവൾ മറ്റേ എന്താ പറയുക, ഇപ്പോഴൊക്കെ റീൽസിലുണ്ടല്ലോ ASMR ഒക്കെ ചെയ്യണത്, അവൾ അങ്ങനെ ചെയ്യാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഞാൻ ഉപ്പ എന്തോ നമ്പർ എന്തോ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരക്ക് പിടിച്ചാണ്ട് എഴുതാണ്. ഉപ്പ മെല്ലെ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഞാനെന്നാലും ആ ഒരു ഇതിൽ അങ്ങനെ എഴുതി. ഉപ്പാക്ക് എന്തോ എഴുതാണ്ടായിരുന്നു, അങ്ങനെ എഴുതി. അപ്പോൾ പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ എന്താക്കി, ഇത് കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉപ്പ സോഡ കൊണ്ടുവന്നിട്ടുണ്ടായി. ഞങ്ങൾ ഇടങ്ങാറാക്കി കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊരു സംഭവം ഉണ്ടല്ലോ, നാരങ്ങ സോഡ എന്ന് പറഞ്ഞിട്ട്, അലച്ചേ എന്താ പറയുക, മറ്റേ സോഡ, അച്ചാർ സോഡ. അപ്പോൾ ഞങ്ങൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഭയങ്കര കോമഡി ആയിരുന്നു, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പത്തരിയും ചിക്കൻ കറിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാണ്. ഇവർ ഇപ്പോഴും അവിടെ നിന്ന് നീച്ചിട്ടില്ല, ആ ഇരുത്ത് അവിടെ തന്നെ ഇരുന്നീനു. അച്ചാറാണ് മാർക്കിൽ പോയ സാധനം അച്ചാർ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ എൻ്റെ ഉമ്മച്ചി ഞങ്ങൾ സോഡയായിട്ട് കുറേ കാട്ടിയ കോപ്പറായൊക്കെ സോഡൊക്കെ കുറേ നിലത്തൊക്കെ ചിന്തിയിട്ട്, കാരണം ആ ഒരു ഇതിൽ പ്രഷറിൽ സയൻസ് അപ്പോൾ അങ്ങനെ പിന്നെ ഉമ്മച്ചി കുറേ വാക്കറിനൊക്കെ കൂത്തി. അങ്ങനെ ഉമ്മച്ചി ലാസ്റ്റ് പത്തിരിയും ചിക്കൻ കറി സമാനത്തിൽ ഇരുന്ന് തിന്നാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് കാണ്ട് ക്ലീൻ ആക്കണം, ഇതൊക്കെ ചെയ്യണം. പക്ഷെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ വല്ലാണ്ട് ആക്കാൻ നിൽക്കുക. അല്ല, അങ്ങനെ എന്തായാലും ഈ ഒരു യുദ്ധം അങ്ങോട്ട് അവസാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ നോമ്പിൻ്റെ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും എന്താ പറയുക, സോഡൊക്കെ കുടിച്ച് എൻ്റെ കിളി പോയിരിക്കേനിട്ട് മത്ത് പിടിച്ചിട്ട് ഇരിക്കുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ നന്നാരിയിൽ സോഡ ഒഴിച്ചിട്ടും കുടിച്ച് അങ്ങനെ അതും കിളി പോയിരിക്കാനും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇത്ര ജാട? സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പോരെ? തെറ്റിദ്ധരിക്കരുത്, നന്നാരിയാ എന്താ കളിച്ചിണ്ട്. അങ്ങനെ നന്നാരി സർബത്ത് ഞാൻ വീണ്ടും വീഡിയോയിൽ കാണിച്ചു തരാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു നന്നാരി ഞാൻ ഒഴിക്കുന്നത് കൂടുന്നുണ്ട്, പക്ഷേ എന്തോ എനിക്ക് ഈ സംഭവം ഇഷ്ടമായിട്ടില്ല. നാരങ്ങ വേണമായിരുന്നു കേട്ടോ ടേസ്റ്റ് കളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കും.